ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. വത്തൽ മീൻ കറി. വത്തൽ മീൻ ഇത് പല സ്ഥലത്ത് പലതാണ് പേര്. അതറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു പിടി പുളി. പിടിയൊന്നും വേണ്ട, കുറച്ച്. നമുക്കിതെല്ലാം കൂടിയിട്ട് നമുക്കൊരു രുചികരമായിട്ടുള്ള കറി ഉണ്ടാക്കാം. നമ്മുടെ സ്റ്റൗവൊക്കെ ഓണാക്കി നമുക്ക് ചീനച്ചട്ടിയിൽ വയ്ക്കാം കേട്ടോ. ചീനച്ചട്ടിയിൽ വയ്ക്കാം നമുക്ക് കറി. ചീനച്ചട്ടിയൊക്കെ വെച്ചു. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്യാം. എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ ചട്ടി ഒന്ന് ചൂടായി വരും. അപ്പം ചൂടായി വരുന്ന ടൈം എടുക്കും. അപ്പോൾ നമ്മളിത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി പിന്നെ മൊരിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലല്ലേ. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂക്കണം. കാരണം അതിൻ്റെ പച്ചമണം പോകണം, എന്നാലേ എനിക്ക് അതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഞ്ചി, പച്ചമുളക് ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒരു കെയർഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. 3 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് ഇതാക്കുക. അതിന് പച്ചമണമൊക്കെ ഒന്ന് കിട്ടുന്നവരെ നമ്മളത് വഴറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് നമ്മുടെ തക്കാളിയിലേക്ക് ആഡ് ചെയ്തു. തക്കാളി നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ കറികൾക്ക് ഓരോതായിട്ടുള്ള കൂട്ടുകളാണ്. ചിലർ ഉള്ളി ചേർക്കും, ചെറുള്ളി ചേർക്കും, ചിലർ വെളുത്തുള്ളി ചേർക്കും. ഞാനിവിടെ വെളുത്തുള്ളി ചേർത്തേക്കണത്. അതിനൊരു വേറെ ടേസ്റ്റ് ആവും. ഇതേ കണ്ട, അപ്പം എല്ലാം സെറ്റായി. ഇനി എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടത് ഇളക്കുന്നു. നമ്മൾ എന്ത് സംഭവം ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു മഞ്ഞൾപ്പൊടി അല്ല ഇടുക. അതെന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അറിയിച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. മുളക് പൊടിക്ക് ഒരു എരിവില്ല, പക്ഷെ മക്കൾസിന് പറ്റില്ല എരിവ്. അത് കാരണം ഞാൻ കുറച്ചിട്ട് എടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ടിട്ട് അധികം ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. അത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ശേഷം പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്താ ഇടയ്ക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമ്മുടെ ഈ കൂട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പിടാൻ മറക്കരുത്. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല. മീൻ അവിടെ ഇരിക്കുന്നു കേട്ടോ. മീൻ ഇട്ടിട്ടില്ല, നമ്മൾ കറി ഒന്ന് കുറുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. പിന്നെ നമ്മൾ കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വറക്കാനാണ്. മക്കൾസിന് വറുത്ത് നല്ല ഇഷ്ടമാണ്. അപ്പം വറക്കാനാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ അതൊക്കെ ചേർക്കാണ് അമ്മ മിക്സാക്കണത്. അപ്പോൾ അതിലേക്ക് അമ്മ രുചി കൂടാനാണ് പറഞ്ഞിട്ട് കുറച്ച് മീറ്റ് മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താവോ എന്തോ. കണ്ട, നമ്മുടെ കറിയപ്പത്തിന് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. കണ്ട, ചെറിയ തിളക്കം വന്ന് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് മീനെ ചേർക്കാം. നമ്മുടെ വത്തൽ മീനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ചിലവർ ഇതിന് ചൂടാന്നൊക്കെ പറയും, ചൂടപ്പൊടി എന്നൊക്കെ. പക്ഷേ ഇവിടെ വത്തൽ എന്നാണ് പറയുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കണ്ട, അവിടെ മീൻ കറി ഇങ്ങനെ സെറ്റായി തന്നെ കണ്ട. നമുക്ക് മീൻ വേവേണ്ട ഒരു ഇതേ വേണ്ടുള്ളൂ. കാരണം ഈ ടൈമിലിട്ടത് മീൻ വെന്തുടയാതിരിക്കാനാണ്. അപ്പുറത്തെ ടൈമിൽ കറി ഇട്ടു. നമ്മുടെ മീനുകളൊക്കെ മെല്ലെ മെല്ലെ വറുക്കാൻ വയ്ക്കണു കേട്ടാ. കാരണം വറുത്ത മീനില്ലെങ്കിൽ മക്കൾ ചോറുന്നില്ല. അപ്പോൾ അവർക്ക് വിശന്ന് തുടങ്ങിയപ്പോൾ ഒരു സ്റ്റൗവിൽ മീൻ ഫ്രൈ ചെയ്യാനും മറ്റേതിൽ കറി വയ്ക്കാനുമുള്ള ഇതില്ല. അപ്പോൾ എല്ലാം നമ്മുടെ മീൻ കറി കണ്ട. നമ്മുടെ മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആയിട്ടില്ല കേട്ടോ. അതൊന്നും കൂടി കുറുകി വരണം. ഈ കുറുകണതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ പറയുമ്പോൾ അത് ഞാനായിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഇതാണെന്ന് പറയും. നമ്മളിത് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ ഉണ്ടാക്കിയതാകും പലരും, പക്ഷേ ഒന്നും അറിയാത്തവർക്കായിട്ടാണ് ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ട സംഭവം സെറ്റായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കി നമുക്കറിയാം നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനി ഓവറായിട്ട് അങ്ങനെ ഇതാക്കണ്ട. അപ്പം നമ്മളിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം നമുക്ക്. കാരണം അത് അത്രയ്ക്ക് ഇനി ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇതിൻ്റെ ഇത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഉടയേണ്ട, ചെറുതായിട്ട് ഫ്ലെയിം കുറച്ചിടുക. എന്നിട്ട് അപ്പുറത്ത് നമ്മുടെ പാനിൽ നമ്മുടെ മീനത് മറിച്ചിടാനായിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റാക്കേണ്ട. ഒപ്പം തന്നെ മോൻ വന്നിട്ടുണ്ട്, മീൻ തരും അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അത് മീനായിട്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ മീൻ കറി ഇപ്പോഴും ആകണ്ട. ഇത് നോക്ക്, ഇതാണ് നമ്മുടെ മീൻ കറി. പറ്റി വന്നിട്ടുണ്ട്. നമ്മൾ പറ്റിക്കാന്നൊക്കെ പറയില്ല, പക്ഷെ പറ്റിക്കാന്ന് പറഞ്ഞാൽ ഇതിലും കുറയും. പക്ഷെ ഇത് പറ്റി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് മീൻ സാധനം ആഡ് ചെയ്യണം. ഞാൻ പറഞ്ഞത്
തേങ്ങാപ്പാൽ ഇതേ ആഡ് ചെയ്യുന്നുണ്ട. അങ്ങനെ മെല്ലെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതേ അതിനൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മെല്ലെ. സംഭവം കണ്ട. അപ്പോൾ നമുക്ക് ചെറിയ എരിവ് കുറയും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാൻ വേണ്ടിയിട്ട് പറയണത്. ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് എരിവ് കുറയും. ഇപ്പോൾ എരിവ് ആവശ്യമുള്ളവർ അതിനെ വെച്ച് ചേർക്കുക. കണ്ട, അപ്പോൾ സെറ്റായി നമ്മുടെ കറിയായി. കറി കണ്ട, അത് കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. നമ്മൾ അതിന് ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്തു, എണ്ണ ഒഴിച്ചു, കുറച്ച് ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്ത്. കണ്ട, സെറ്റായി. അതായത് ഒരു ഓവറായിട്ട് കരിയാൻ നിൽക്കരുത്. ചെറിയ ഫ്ലെയിമിൽ നമ്മളത് ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ജസ്റ്റ് അത് കറിയിലേക്ക് ആഡ് ചെയ്യുക. ഓവർ എണ്ണ ചേർക്കേണ്ട, കാരണം മുന്നേ എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓവർ എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ തേച്ച് നടന്നു അത് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ആ എണ്ണയും ആ ഒരിഞ്ഞ ഉള്ളിയുടേതും എല്ലാത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടാണ്. കറി റെഡിയായി ഉടനെ തന്നെ പോയി ചോറെടുത്തു. വേറെ ഒന്നും നോക്കിയില്ല. ചോറെടുത്തു. ചോറിലേക്ക് നമ്മുടെ കറി, നമ്മുടെ വത്തൽ കറി നമ്മളങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ കഴിക്കണം. അതാണ് നമ്മൾ, അതായത് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിച്ച് നോക്കൂട്ടോ ഇനി. അങ്ങനെ അത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ ഒന്നും കഴിച്ച് നോക്കുക. ചൂട് കൊടുക്കുന്ന കൂടി കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. മീൻകറി വെച്ചിരിക്കും തോറും ടേസ്റ്റാണ്. പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾ. ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആവും. ഞാൻ കണ്ട ഒരുപാട് വിശന്ന കാരണം തോന്നുന്നു. കഴിച്ചു. ഓ, രക്ഷയില്ല, സൂപ്പർ. ഞാൻ വെച്ചതുകൊണ്ട് പുകഴ്ത്തി പറയില്ല. നിങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ പറയൂ കേട്ടോ. ഇതേ കണ്ട, മോള് കഴിക്കുന്നുണ്ട. മോള് ഇതേ കഴിക്കണു. മറ്റൊരു കഴിച്ചു, കുട്ടികൾ എന്താ അമ്മ കഴിക്കണു. അപ്പോൾ എല്ലാവരും ഫുഡിങ്ങിലാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. നിങ്ങളും ട്രൈ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ഇട്ടിട്ട് വരാം. അതേപോലെ STA ബീഡ്സ് യോയോ.